അങ്ങനെ ഇവിടുത്തെ അടുക്കളയും പാചകവും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ദാ പിടിച്ചു. രാവിലത്തേടം പറഞ്ഞു വിടാനുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടിയപ്പത്തിനുള്ള മാവാണ് ഞാൻ കുഴച്ചുരുട്ടിയെടുത്തത്. അതിനുള്ള കുറച്ച് തേങ്ങ തിരുമ്മിയെടുക്കുന്നുണ്ട്. തേങ്ങ പൂളിയെടുത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് കൃഷി ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ തേങ്ങ അങ്ങനെ എടുക്കുമ്പോൾ കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഇമ്മിണി അങ്ങ് തിരുമ്മി എടുത്തന്നേ ഉള്ളു. അപ്പം നമ്മുടെ പിജിയോണിൻ്റെ ഇടിയപ്പം മേക്കർ ഉള്ളത് കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇപ്പോൾ വലിയ ഈസിയാണ്. എപ്പോൾ കഴിക്കണമെന്ന് തോന്നിയാലും അപ്പം നമ്മൾ ഉണ്ടാക്കും. ഇത് എവിടുന്നാണ് വാങ്ങിയതെന്നൊക്കെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചതാണ്. പത്രത്തിൽ ഇതിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു, ഓഫർ ഉണ്ടെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ആ നമ്പറിൽ വിളിച്ച് നമ്മുടെ പത്തനംതിട്ടയിലുള്ള ഷോപ്പ് കണ്ടുപിടിച്ച് പോയി വാങ്ങിയതാണ്. ഈ ഇടിയപ്പം മേക്കറും നോൺ സ്റ്റിക്കിൻ്റെ ഒരു സ്റ്റീൽ തവയും കൂടെ 2026 രൂപയ്ക്കായിരുന്നു അന്നത്തെ ഓഫർ. ചിക്കൻ കറി ഞാൻ റീമേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് കൂടെ ഒക്കെ ചേർത്ത് ഇച്ചിരി ചിക്കൻ കറി ഇരുന്നത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റെഡിമണിയാക്കി എടുത്തതാണ്. ആദ്യത്തെ സെക്ഷനിലുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. മോനുകുട്ടൻ കുളിയും ജപവും ഒക്കെ കഴിച്ച് വന്നു. അപ്പോൾ അവന് കഴിക്കാൻ കൊടുത്തു. സ്കൂളിൽ പോകണമല്ലോ. മുത്ത് ഇവിടെ ഉള്ള സമയത്തെ വീഡിയോ ആണ്. അപ്പോൾ മുത്താണ് മോനുകുട്ടനെ ഇന്ന് കൊണ്ടുവിടാൻ പോകുന്നത്. ഓട്ടോ അങ്ങ് പോയി. ഓട്ടോ പോയാലും മുത്ത് ഇവിടെ ഉള്ളത് കൊണ്ട് അതൊരു ധൈര്യമാണ്. അച്ചാച്ചൻ എന്നെ കൊണ്ടുവിട്ടോളും എന്നൊക്കെ വലിയ വീരവാദം പറഞ്ഞ് അവിടെ നിൽക്കുമായിരുന്നു. മുത്ത് രാവിലെ ഷാലോമിനെ കൂട്ടിക്കൊണ്ട് വരാൻ പോയേക്കുമായിരുന്നു. ദേ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മോനുകുട്ടനെ കൊണ്ടാക്കിയിട്ട് വരും. അപ്പോഴേക്കും എനിക്ക് വിശപ്പായി. ഞാൻ 2 ഇടിയപ്പം എടുത്തിട്ടുണ്ട്. പിന്നെ ലേശം ചിക്കൻ കറിയും കൂട്ടി അങ്ങോട്ട് കഴിക്കാൻ പോവാണേ.